നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ബിജുക്കുട്ടൻ ചേട്ടാ, ഷാജോൻ ചേട്ടാ, നസീർക്ക. നമുക്ക് ഒരുമിച്ച് അടൂർ കടമ്പനാട്ടിലുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യണം. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം കേട്ടോ. ഒന്നും പറയണ്ട, ഫസ്റ്റ് സ്കിറ്റ് വിളിക്കാം. അവർ വെയിറ്റിംഗ് കുറെ നേരമായി. ലെറ്റ്സ് വെൽക്കം മനോജ് ചേട്ടൻ, അജയ് ചേട്ടൻ ആൻഡ് അനീഷ് ചേട്ടൻ. ഹരഹര തീവ്രം വീക്ഷണം മനസവിഹീനം സ്ഥാപിതം അതിബലഗാത്രം സൂക്ഷ്മനേത്രം സത്യയുക്തം സർവദാ സുസന്നദ്ധം സുരക്ഷാർത്ഥം സുസന്നദ്ധം. അമ്മേ, ഈ രാജശേഖരൻ തമ്പി ജീവിച്ചിരിക്കുന്ന കാലത്തോളം കോയിക്കൽ തറവാടിനൊരു ക്ഷയം സംഭവിക്കുവാൻ രാജശേഖരൻ തമ്പി സമ്മതിക്കില്ലമ്മേ, സമ്മതിക്കില്ല. അയ്യ, അടിപൊളി. ഞാൻ ഈ DYSP പണി രാജിവെച്ചിട്ട് സ്ഥിരമായിട്ട് സീരിയലിൽ അഭിനയിക്കാൻ പോയാലോ എന്നിങ്ങനെ ആലോചിക്കുക. യോ ഡയറക്ടർ സാറേ. അതെ, 3 മണിയാകുമ്പോ ലൊക്കേഷനിൽ എത്തണം കേട്ടോ. അയ്യോ, എനിക്ക് 7 മണിക്ക് രാത്രി ഷൂട്ടാ പറഞ്ഞേക്കുന്നേ. അല്ലല്ല, അത് മാറ്റി വൈകിട്ട് 3 മണിക്ക് എത്തണം. അയ്യോ സാറേ, ഞാൻ ഡ്യൂട്ടിയാ. എടോ, കണ്ടിന്യൂറ്റി ആണ്. താൻ 3 മണിക്ക് തന്നെ എത്തിയേ പറ്റുള്ളൂ. സാറേ, സംഭവം എന്തെന്ന് വെച്ചാലേ, ഇവിടെ ആശ്രിത നിയമനത്തിന്റെ ഒരു ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ DYSP. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ ഈ ടെസ്റ്റ് നടത്തണമെന്നാണ് നിയമം. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം സാറേ. എടോ, താൻ ഏത് DYSP ആണേലും വൈകിട്ട് 3 മണിക്ക് ലൊക്കേഷനിൽ എത്തണം. ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. എടോ, ലൈറ്റ് പോകുന്നതിന് മുമ്പ് എനിക്ക് ഷൂട്ട് ചെയ്യണമെന്ന്. സാറേ വരാം സാറേ, വരാം. താൻ വന്നില്ലെങ്കിൽ വേറെ പണിയറിയാവുന്നവരെ കൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യിക്കുവേ. അയ്യോ, വേറെ ആരും വിളിക്കില്ല സാർ. അയ്യോ സാറേ, അയ്യോ എന്റെ ദൈവമേ, 1500 മീറ്റർ ഓടാനെ കൊണ്ടൊരു കഴകം കെട്ടാൻ പോയിട്ടുണ്ട്. 15 മിനിറ്റ് കൊണ്ട് ഓടേണ്ടതാ. ഇവനെ കാണുന്നില്ലല്ലോ. ഇവൻ എവിടെ പോയി കിടക്കുന്നതാ ഇവൻ? അയ്യോ, ഓടാൻ പോയ ആളാ സാറേ. പറഞ്ഞത് കാര്യമായിപ്പോ. അല്ല, നിന്നെ എടുത്ത് ഞാൻ വണ്ടിയുടെ മുമ്പിൽ കെട്ടിത്തൂക്കിയിട്ടാനെ കണ്ണ് കാണാതിരിക്കാൻ. എടാ, 20 മിനിറ്റ് എടുക്കത്തുള്ളൂ ഈ 1500 മീറ്റർ ഓടാൻ. നീ പോയിട്ട് 3 മണിക്കൂറായി. എവിടെ പോയി കിടക്കുവായിരുന്നടാ? ഞാൻ പോകുന്ന വഴിക്കായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുമ്മയുടെ വീട്. ഞാൻ അവിടെ ചെന്നിട്ട് അത്തരം പേര് കയറിയില്ല. കുഞ്ഞുമ്മ എന്നെ വഴക്ക് പറയുമല്ലോ. പിന്നെ ഞാൻ കുഞ്ഞുമ്മയുടെ വീട്ടിൽ കയറി കാപ്പ് കുടിച്ചു, ചോറുണ്ട്, കുറച്ചു നേരം കാർട്ടൂണൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് വരുമായിരുന്നു. സാറിന് എന്തായാലും വിചാരിക്കുന്നത് വിചാരിച്ചു. അയ്യോ, അവിടെ കിടന്ന് അത്താഴം കൊണ്ടിട്ട് ഒരു ഉറക്കോടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. നീ നിന്റെ അച്ഛന്റെ പകരമായിട്ട് പോലീസിൽ കയറാൻ വന്നവനാണോ? എടാ, പോലീസ് ആവുന്നതിന് അത്യാവശ്യം വേണ്ടത് എന്തൊക്കെയാണെന്ന് നിനക്കറിയാമോ? ലാത്തിൻ തൊപ്പി ചൂച്ചും. അതാണോ? എടാ, പങ്ക്ച്വാലിറ്റി. അതെവിടെ കിട്ടും? അത് ഗോപാല ചേട്ടന്റെ മാടക്കട കിട്ടും. നീ പോയി കാക്കിലോ വാങ്ങിച്ചോണ്ട് വാ. കൂടല്ലേടാ, എടുത്ത് പൊക്കാൻ പറ്റത്തില്ല നിനക്ക് പങ്ക്ച്വാലിറ്റി. എടാ, അതാണോ പറഞ്ഞത്? എടാ, വിദ്യാഭ്യാസം ഒന്നുമില്ല. എത്ര ക്ലാസ് വരെ പഠിച്ചാ നീ? ഓഹോ, നാണം വരുന്നു. ഞാൻ പെണ്ണ് കാണാൻ വന്നാണോ നിന്നെ? അല്ല, അടിയിൽ എഴുതി കാണിച്ചാ. സബ്ടൈറ്റിലോ? അതല്ലേ, ഞാൻ അടിയിൽ എഴുതി കാണിച്ചാ എത്ര വരെ പഠിച്ചു. ഓ, 8. അത് വളരെ കൂടിപ്പോയി. എന്താ അവിടെ വെച്ചങ്ങ് നിർത്താൻ കാരണം? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ അച്ഛൻ സർവീസ് വെച്ച് മരിച്ചത്. അപ്പോഴേ എനിക്ക് എനിക്ക് ഈ ജോലി കിട്ടുമെന്ന് അവിടെ അങ്ങ് നിർത്തി. പോലീസ് ആവാൻ ഓസിന് വന്നേക്കുന്നവനെ കണ്ടോ? എടാ, ഇനി ഒരു 5 ടെസ്റ്റ് കൂടെ ഉണ്ട്. 6 ടെസ്റ്റാണ് മൊത്തം. 5 എണ്ണത്തിൽ പാസ്സായാലേ നിനക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതെന്തൊരു പരിപാടി അത്? എന്റെ അച്ഛൻ ഈ ടെസ്റ്റ് പാസ്സായിട്ടാണ് ഈ പോലീസിൽ കയറിയത്. അച്ഛന് ഭാരമില്ല, ഞാൻ കയറുന്നത്. ഞാനിതിനാ ടെസ്റ്റ് ചെയ്യുന്നത്. എന്നെ ഡയറക്റ്റ് അങ്ങ് എടുത്താ പോരെ പോലീസിലേക്ക്? ഡയറക്റ്റ് വന്ന് നീ കയറാൻ ഞാൻ ഇവിടെ തട്ടുകട നടത്തുവല്ല. എടാ, ടെസ്റ്റ് എടുത്തെങ്കിലും നിന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ, അറിയാമോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം. നിന്റെ നെഞ്ചളവൊന്ന് നോക്കണം. നെഞ്ചളവൊന്ന് നോക്കണം. ഷർട്ട് തയ്ക്കാനാണ് സാറേ. നിനക്ക് ഞാൻ ഓണത്തിന് തന്നില്ലല്ലോ. ഓണത്തിന് ഒന്നും തന്നില്ലല്ലോ. എടാ, നെഞ്ചിന്റെ അളവ് നോക്കണം. വിരിക്കടാ. പല്ല് കിരിക്കാനല്ല പറഞ്ഞു, നെഞ്ച് വിരിക്കാൻ. ഇതെന്തുവാടാ, പെട്ടി ഓട്ടോഷയുടെ മുൻവശവും? അല്ല, നെഞ്ച് വിരിക്കുന്ന ഇവിടെ മോൻ ഇവിടെ വരെ നിന്റെ നെഞ്ചാന്നോടാ? എനിക്ക് അറിയത്തില്ല സാർ. എനിക്ക് അറിയത്തില്ല. എടാ, ഈ നെഞ്ച് വിരിക്കുന്ന എങ്ങനെയല്ല, ഞാൻ കാണിച്ചു തരാം. നെഞ്ച് വിരിക്കുന്നതിന് മുമ്പ് നെഞ്ചിലേക്കൊരു ബ്രീത്ത് എടുക്കണം. നെഞ്ചിലേക്ക് റീത്തില്ലേ വെക്കുന്നത്? ബ്രീത്ത്, ശ്വാസം എടുക്കണമെന്ന് കണ്ടോണം. എന്നിട്ട് നെഞ്ചല്ലല്ലോ വിരിഞ്ഞത്. അതെ, ഇന്നലെ നല്ലപോലെ വിരിഞ്ഞായിരുന്നു ഇതിനെക്കാട്ടിൽ. ഇന്ന് വെയിൽ കൊണ്ട് വാടിയതാ. അതെ അതെ. ഞാൻ ഈ പോലീസിലെ കയറുമ്പോഴേ ആദ്യം ഏത് കേസാ തെളിയിക്കേണ്ടത്? ഓഹോ, കേസ് തെളിയിക്കാനായിട്ടങ്ങ് മുട്ടി നിൽക്കുമോ അല്ലയോ? എടാ, അങ്ങനെ കേസ് തെളിയിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുമെന്നാണ് നീ സുകുമാരക്കുറുപ്പിനെ പിടിച്ചോണ്ട് തടാ. എനിക്ക് കുറുപ്പ് എവിടെ ഇരിക്കുന്നത്? ഞാൻ എന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. പച്ചക്കറിയുടെ കുറുപ്പാന്നോ? എടാ, നിനക്ക് കോൺസ്റ്റബിൾ ആവുമ്പോ ഒന്നും കേസ് തെളിയിക്കാൻ പറ്റത്തില്ല. ഞാനെന്തോ ചെയ്തെന്ന് പറ. നീ ടെസ്റ്റ് എഴുതി വലിയ ഉയർന്ന നിലയിലെത്തുമ്പോഴേ നിനക്ക് കേസൊക്കെ തെളിയിക്കാൻ പറ്റത്തുള്ളൂ. സാറെന്തെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ? പിന്നെ ഇന്നലെ എന്റെ കൊച്ചിന്റെ പേന തെളിയായിരുന്നപ്പോ ഞാൻ തെളിയിച്ചു കൊടുത്തു. അല്ല, ഞാൻ ഒത്തിരി കേസ് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത സമയത്ത് പാലോട് പ്രമാദമായ ഒരു കേസിലെ പ്രതിയെ പിടിച്ചത് ഞാനാ. അതൊക്കെ മോശം പരിപാടിയാ കാണിക്കുന്നത്. എന്തോ മോശം? ഈ പാലട പ്രധാനൊക്കെ വെച്ച ആളിനെ പ്രതിയായിട്ട് കേസ് എടുക്കാന്ന് പറഞ്ഞത്. പാലട പ്രധാനാണോ പറഞ്ഞത്? എടാ, പാലോട് എന്ന സ്ഥലത്ത് പ്രമാദമായ ഒരു കേസ് നടന്നു. ആ കേസിന്റെ തുമ്പ് കണ്ടെത്തിയത് ഞാനാ. അപ്പൊ അതിന്റെ തലയിൽ നടക്കുന്ന ഭാവം ആര് കണ്ടുപിടിച്ചത്? DYSPയോട് തർക്കുത്തരവല്ലയോ? യു റിജക്റ്റഡ്. എന്തിനാ? എന്നെ എടുത്തില്ലേ പോലീസില്? ആര് പറഞ്ഞു? റിജക്റ്റഡ് എന്ന് പറഞ്ഞു.
എടാ കടകം കെട്ടവനെ, റിജക്റ്റഡ് എന്ന് പറഞ്ഞാലേ നിന്നെ വേണ്ട, നിന്നെ കൊള്ളത്തില്ല, പോടാ ഇറങ്ങി പോ. അപ്പൂപ്പോ ആരാടാ അപ്പൂപ്പാന്ന് വിളിച്ചേ? ഞാൻ അപ്പൂപ്പനായിട്ടാ വന്നേ. അപ്പൊ ഇവിടെ വന്നിട്ട് മേക്കപ്പ് ഒക്കെ തുടച്ചു കളഞ്ഞാണോ? അതല്ല, ഞാൻ എന്റെ അപ്പൂപ്പനായിട്ടാ വന്നേ. അപ്പൂപ്പോ അപ്പൂപ്പോ ഓടി വാ അപ്പൂപ്പോ. ആരാടാ എന്റെ കൊച്ചിനോട് വഴക്കുണ്ടാക്കിയേ? എന്നാടാ മക്കളെ? എന്നെ പോലീസെടുക്കാൻ പറ. എന്നെ പോലീസെടുക്കാൻ പറ. നിന്നെ പൊളിച്ചെടുക്കാൻ നീ കട്ടപ്പുറത്തിരിക്കുന്ന KSRTC ആണോ? ചെവിക്കകത്ത് നിറ കെട്ടിട്ടുണ്ട്. പൊളിച്ചെടുക്കാനല്ല പറഞ്ഞേ, എന്നെ പോലീസെടുക്കാൻ പറയും സാറിനോട്. ആരാടാ പോലീസ് എടുക്കാത്തെ? സാറ് അപ്പൂപ്പൻ താടി അപ്പൂപ്പത്താടിയല്ലത്, എന്റെ ഡാഡി അപ്പനാത്. ആണോ? അയ്യോ, ഉൽപ്ലാഷൻ മാഷല്ലേ? അതേലോ. മാഷ എന്നെ മനസ്സിലായോ? നിന്നെ എനിക്ക് അങ്ങോട്ട് 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 രണ്ടുപേരും എങ്ങോട്ടാ? മാഷേ, ഞാനാ വിശ്വനാഥ നാരായണ വെങ്കടേശ്വരയ്യ സുഭാഷ്. സുഭാഷേ. മാഷേ, സുഭാഷേ. ഉൽപ്ലാഷൻ മാഷേ. 250 രൂപ തരാമെങ്കിൽ ഒരു ജോഡി ലവ് ബേഡ്സിനെ തരാം. മാഷേ, എത്ര നാളായി ഞാൻ കണ്ടിട്ടല്ലേ? ഇതൊക്കെ വല്ലാതെ വളർന്നു പോയല്ലോടാ. മാത്രമല്ല എല്ലാം വളർന്നിട്ടുണ്ട്. അതല്ലെന്ന്, നീ വലിയ ആളായി പോയല്ലോ. ഇപ്പൊ ഞാനാ ഇവിടുത്തെ DYSP. ആണോ? ആഹാ, അങ്ങനെയൊക്കെ എത്തിയോ? ജീവിക്കാനുള്ളതൊക്കെ കിട്ടുന്നുണ്ടോടാ അതിനകത്ത് നിന്ന്? ഇല്ല, ഇത്തിരി പരവൊക്കെ ഇല്ല. ഞാൻ വൈകിട്ട് പിന്നെ മറൈൻ ഡ്രൈവിൽ കപ്പലിന്റെ കച്ചവടത്തിന് പോകും. അങ്ങനെ വേണം മിടുക്കൻ, അങ്ങനെ വേണം പിള്ളേര്. പഠിപ്പിച്ചവനായിപ്പോയല്ലേ, ഇവനെ പിടിച്ച് 100 അപ്പൂപ്പോ, ഈ പിള്ളേര് ഭയങ്കര ചൂടാ. എന്നെ പോലീസ് എടുക്കാൻ പറ, എനിക്ക് മുട്ടി നിൽക്കുക. ആരിവനോ? ചൂടനോ? പണ്ട് ഞാൻ പഠിപ്പിക്കുമ്പോഴേ എന്റെ നിഴല് കണ്ടാ ഇപ്പൊ മുള്ളുവാരുന്നവൻ. ശരിയാ മാഷിന്റെ നെല്ല് കണ്ടാ മുള്ളുവായിരുന്നു. പക്ഷെ ഈ സൂര്യഗ്രഹണ സമയത്തെ മുള്ളടിച്ചിട്ട് പാടായിരുന്നു. അന്ന് നിഴലില്ലല്ലോ. ഇതിന്റെ നെല്ല് കണ്ട് പേടിക്കുന്നു. സ്വന്തം നെല്ല് കണ്ടിട്ട് ഡിനോസർ വരാന്നുകൊണ്ട് പേടിച്ച് മുള്ള നാളായി നിൽക്കുന്നത്. എന്താണ് അപ്പൂപ്പനെ അടിച്ചേ? അപ്പൂപ്പനാ പറഞ്ഞ അടിക്കാൻ. അടി എന്ന് പറഞ്ഞ നിന്നെ അടിക്കുമെന്നാ പറഞ്ഞു. എന്നെ അടിക്കാൻ ഞാനും തിരിച്ചടിക്കും. എടാ, നീ ഈ ധിക്കരിച്ച ആളാരെന്നറിയോ? ആരാ? ഇത് പഴയ സിംഹമാ. ഇപ്പൊ ഇച്ചിരി നരച്ചെന്നേ ഉള്ളൂ. ഇതാ നരസിംഹം. നരസിംഹം അതേ 5ാം ക്ലാസ്സിൽ വെച്ച് മാഷ് തന്നത് ഇപ്പോഴും ഇവിടെ ഉണ്ട്. 5ാം ക്ലാസ് വരെ ഇതില്ലായിരുന്നു ഇവിടെ. അതല്ലെന്ന്, അടിയുടെ പാട് കിടപ്പുണ്ടെന്ന്. പോലീസ് എടുക്കാൻ പറ. സുഭാഷേ, എടാ മോനെ, നീ ഒരു കാര്യം ചെയ്യാം. നിന്റെ ഈ പണിക്കകത്ത് എന്റെ ചെറുക്കനെ കൂടെ ഒന്ന് കൂട്ടും. അതെങ്ങനെ കൂട്ടും? ഞാൻ പെയിന്റിംഗ് പണിയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ചെറുക്കൻ ധിക്കാരിയാണെന്ന്. ഇവന്റെ അച്ഛൻ എന്നെ ഭയങ്കര ബഹുമാനമായിരുന്നു. വിശ്വനാഥ നാരായണ വെങ്കടേശ്വരയ്യ സുഭാഷേന്ന് തികച്ച് വിളിക്കത്തില്ലായിരുന്നു, അത്രയ്ക്ക് ബഹുമാനമായിരുന്നു എന്നെ. രവിന്ന് 2 പേര് വിളിക്കുമ്പോ അച്ഛനെ നാ കെട്ട് വീഴുമായിരുന്നു. പിന്നെ ഇത്ര നിങ്ങളുള്ള ഇടിയപ്പ പേര്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇവനെ എടുത്താ തന്നെ ഇവനെ എടുത്തോണ്ട് എന്തുവാ പ്രയോജനം? എടാ, അതൊരു കാര്യമുണ്ട്. ഞാൻ ഇവനെ അപ്പം മരിച്ച പിന്നെ ഞാനാ നോക്കിക്കൊണ്ടിരുന്നത്. കൊഞ്ചിച്ച് ലാളിച്ചു അങ്ങ് വളർത്തി. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. എന്ത് കൊഞ്ചിട്ട് താളിച്ച് വഴറ്റിയത്? കൊഞ്ചിട്ട് താളിച്ച് വളർത്തിയത് നല്ല പറഞ്ഞത്. പിന്നെ കൊഞ്ചിച്ചും ലാളിച്ചുവാ വളർത്തിയെന്ന്. അതുകൊണ്ട് എനിക്ക് ഇത്രയും വയസ്സും പ്രായമൊക്കെ ആയില്ലേ, അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ മരിക്കുമ്പോഴേ ഇവൻ വേണം വെടിവെക്കാൻ. അയ്യോ, വെടിവെക്കുമ്പോഴില്ലേ മരിക്കുന്നത്? അല്ലെന്ന്, പോലീസ് യൂണിഫോമിൽ വന്ന് ആചാര വെടിവെക്കണം. അത് മാഷെ വേണ്ട, ഒന്നും പേടിക്കണ്ട. പിന്നെ എന്തായാലും ജോലി കിട്ടും. അപ്പൊ മാഷ് മരിക്കുമ്പോ ഇവനെ കൊണ്ട് തന്നെ ഞാൻ വെടിവെപ്പിച്ചോളാം, പോരെ? പക്ഷെ വേറൊരു കാര്യം ഉണ്ടാ. എന്തുവാ? ഈ മരിച്ചു കിടക്കുമ്പോഴേ ഈ ആരായി വെടിവെക്കുന്നതെന്ന് എനിക്ക് അറിയാൻ ഒക്കുകയല്ലോ. അത് പറ്റത്തില്ല. അതുകൊണ്ട് ആ വെടി നീ ഇപ്പം ഇവിടെ വെച്ച് ഇവനെ കൊണ്ട് വെപ്പിക്കണം. അതൊന്നും പറ്റത്തില്ല. അങ്ങനൊന്നും വെടിവെക്കാൻ പറ്റത്തില്ല. ഇത് ഫോഴ്സിന്റെ തോക്ക, അങ്ങനൊന്നും വെടിവെക്കാൻ പറ്റത്തില്ല. എന്റെ ഒരു ആഗ്രഹം ഇല്ലയോടാ. ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവിടെ വെടിവെടി നടത്താനിരിക്കുവാണോ ഞാൻ? എവിടെ കിടന്നടാ ഇത്? അപ്പോ എന്റെ ആഗ്രഹം എന്റെ വിദ്യാർത്ഥി സാധിച്ചു തരത്തില്ല. അമ്മൂമ്മ, എന്റെ മുന്നേ വെച്ച് കരയല്ലേ. വൈകിട്ട് അമ്മൂമ്മയുടെ മുന്നേ കരഞ്ഞാ മതി, അല്ലെ കണ്ണിന്റെ സ്റ്റോക്ക് തീരും. അതെ, ഒരു കാര്യം ചെയ്യ്. മാഷിന്റെ ഒരു ആഗ്രഹം അല്ലയോ? മാഷിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ സാധിച്ചു തരാം. വെടിവെക്കടാ. എങ്ങോട്ടാ വെക്കട്ടെ? പിടിക്കണം. എടാ, തോക്കിനെ നെഞ്ചോട് ചേർത്ത് പിടിക്ക്. നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ എന്റെ കള്ളക്കാമുകൊന്നും ഇല്ലല്ലോ ഇത്. ചേർത്ത് പിടിക്കണം, അങ്ങോട്ട് പിടിക്കാം. ഇതുണ്ടോ, ഇതാണ് കാഞ്ചി. ഇതിൽ വലിക്കുമ്പോഴാണ് വെടി പൊട്ടുന്നത്. പൊട്ടിയില്ലേലും കാഞ്ചി, കേട്ടോ? അപ്പോഴ് ഞാൻ ഫയർ എന്ന് പറയും, നീ എന്തോ ചെയ്യും? ഞാൻ മുത്തുച്ചിപ്പി എന്ന് പറയും. എടാ, ഫയർ എന്ന് പറയുമ്പോ വെടി വെക്കണം. ഓക്കെ, റെഡി അല്ലേ? റെഡി, ഫയർ. നോക്കൂ, അത് പൊട്ടി വിരിയത്തൊന്നുമില്ല. കഴിഞ്ഞേ. ആലിപ്പഴം ഞാൻ കണ്ടില്ല. എന്തോ ആലിപ്പഴം വീണെന്ന്? ഈ ആലിപ്പഴം അല്ല, നീ മേപ്പോട്ടൊരു വെടി വെച്ചില്ലേ, ആ ഉണ്ട റിട്ടേൺ വന്ന് വീണതാ. ഗാന്ധിജിയൊക്കെ സത്യാഗ്രഹം കഴിഞ്ഞ് പോയോടാ. ബ്രിട്ടീഷുകാരല്ല വെടി വെച്ചാൽ ഞാനാ വെടി വെച്ചത്. അടുത്ത ടെസ്റ്റിലോട്ട് കിടക്കുവോ മാഷേ? ഇനിയും പുഷപ്പ് അടിക്കാം. എന്നാ വായിക്ക്. എന്തുവാ? ദിൽക്കുഷ് അടിക്കാന്ന് പറഞ്ഞു. അയ്യോ, കനച്ചവല് കയറ്റുന്ന കാര്യമാണോ ഞാൻ പറഞ്ഞത്? എടാ, പുഷപ്പ് അടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കമന്ന് കിടന്നിട്ട് ഇങ്ങനെ പൊങ്ങും തടിച്ച സംഭവമില്ലേ? ഞാൻ ചെയ്യണോ? നീ ചെയ്യണോ? ഒന്ന് എന്താ കാണിക്കുന്നത്? പുഷപ്പ് അടിച്ചാ? പുഷപ്പ് അടിക്കാൻ പറഞ്ഞപ്പോ കിടന്ന് പുഴു അടിക്കുവാണോ? എന്നിട്ട് മാറാൻ മണ്ണ് തിന്നാതെ. ഇതാണോ പുഷപ്പ്? ഞാൻ സ്ഥിരം ചെയ്യുന്നില്ലേ? പിന്നെ എത്ര പ്രാവശ്യം ചെയ്യുന്നറിയോ?
കണ്ടോണേ. ഭയങ്കര പ്രയാസം ഇതൊക്കെ ഇല്ലേ? എന്തുവാ? ഈ പോലീസ് ജോലി എന്ന് പറഞ്ഞു. അയ്യോ, പോലീസ് ജോലി എന്ന് പറഞ്ഞാലേ ഭയങ്കര പ്രയാസമാടാവേ. അല്ല സാറേ. ഹലോ, ഇറങ്ങിയില്ലേ? സാറേ ഞാൻ പറയാം സാറേ. ഇവിടെ ലൈറ്റ് പോണതിന് മുമ്പ് ഷൂട്ട് ചെയ്യണം, പെട്ടെന്ന് വാ. ഞാൻ പറയാം സാറേ, വേറെ ആളെ വിളിക്കില്ല സാറേ. ഓക്കെ. എടാ 2 ഐറ്റം കൂടെ ഉള്ളൂ. ഇനി അടുത്തത് ഹൈ ജമ്പ്. തോണ്ടിരിക്കുന്നു ചാടാ. കുഴപ്പമില്ലായിരിക്കും ഇല്ലയോ? ഇല്ല എടാ എടുത്ത് ചാടാ. എടാ അതിന്റെ മണ്ടക്കോട് ചാടാ. എങ്ങനെയുണ്ട് എന്റെ കൊച്ചുമോൻ? സാറിന്റെ കൊച്ചുമോനല്ലേ? ഇത് കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കേറ്റി അങ്ങ് വിട്ടേക്കാം. എന്റെ ദൈവമേ. അടുത്തത് കയറും. ഒറ്റ തവണ പറഞ്ഞാൽ എനിക്കറിയാം. കയറുന്നല്ല പറഞ്ഞേ, കയറാൻ. അതെന്താ കയറാ കയറുന്നത്? അതിന്റെ മണ്ടയ്ക്ക് ഒരു 501 രൂപ ഒരു ഫുള്ള് ഞാൻ വെച്ചിട്ടുണ്ട്, അതെടുക്കാൻ. 501 രൂപ അപ്പൂപ്പന്. അപ്പുള്ളോ? എടാ ഞാനിവിടെ ഓണപ്പരിപാടി നടത്താൻ വന്നാണോ? എടാ ഇത് നിന്റെ ടെസ്റ്റിന്റെ ഭാഗമായി. കയറി മേളിൽ ചെല്ലണം 10 സെക്കൻഡ് കൊണ്ട്. ഞാൻ നണ്ണാൻ കുഞ്ഞാന്നു. നിനക്ക് പോലീസ് ആവണോടാ നിനക്ക്. അപ്പൂപ്പ സഹായിക്കാടാ. പ്രിയമുള്ള കലാപ്രേമികളെ, ഒരു കൊച്ചുമോനും അപ്പൂപ്പനും ഒരു ചാൻ വയറിന് വേണ്ടി കാണിക്കുന്ന സാഹസിക പ്രകടനങ്ങളാണ് അടുത്തതായിട്ട് ഫയർ ഡാൻസ്. എന്തിനാ സാറേ? മണ്ണെണ്ണ കൊണ്ടുവരട്ടെ നിന്നെയൊക്കെ കത്തിക്കാൻ. എടാ മാമാട്ടിക്കുട്ടിയമ്മയുടെ ഫിഗർ ഉള്ളവനെ ഇതാണോ ഇത്? എടാ ഇത് ഫയർ ഡാൻസ് കളിക്കാൻ വന്നാണോ നീ ഇവിടെ? കാല് കുരുങ്ങി അതിന് താളം തുള്ള ഒരു അപ്പൂപ്പന്. എന്റെ ദൈവമേ, അടുത്ത് ഒരു ടെസ്റ്റ് കൂടെ ഉള്ളൂ. ഷോർട്ട് പുട്ട്. ഇതെടുത്ത് അപ്പുറത്ത് പോയി എറിയണം. അയ്യോ അതെ, വ്രതമായോണ്ട് എനിക്ക് തൊടാൻ പറ്റത്തില്ല. പാരം കൊണ്ടല്ല, എനിക്കൊന്നും വിഷയമില്ല. ഇതിനെക്കാട്ടിലും വലിയ ഉണ്ടാ ഞാൻ തരുന്നത്. ഇതെങ്ങനെ അറിയണല്ലോ? നിസാരമായിട്ട് 50 മീറ്റർ അറിയണം. 50 മീറ്റർ. ചെറുക്കൻ മിടുക്കാൻ, അവന് ബുദ്ധി ഉണ്ടെന്നേ. ഞാൻ പറഞ്ഞില്ല അവൻ എന്റെ കൊച്ചുമോനാ. എടാ സുഭാഷേ, എടാ ഞാൻ പറയാ, നീ എന്നെ പണിയാടാ കാണിച്ചത്. നീ എന്നടാ അവനെ എറിഞ്ഞിട്ടത്? എന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഒരു ഷോർട്ട് പുട്ടേ തീർത്തല്ലോടാ. വെളിവില്ലാത്തവനെ നീ വിളിച്ചു പൊക്കടാ അവന്. ഫോൺ വല്ലിരിക്കുന്നു. ഹലോ, താനിത് എവിടെ പോയി കിടക്കാം? ഇവിടെ വെയിൽ വന്നതിന് ഷൂട്ട് ചെയ്യണം, തന്നെ എല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്യാ. പെട്ടെന്ന് സാറിന് സീരിയലിൽ അഭിനയിക്കാൻ വരത്തില്ല. പിന്നെ നാളെ എങ്ങനെ ഞാൻ എപ്പിസോഡ് വിടും? സാറിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ചന്ദ്രശേഖരൻ തമ്പി ചത്തെന്ന് എഴുതി വിട്ടോ. ഈ രാജശേഖരൻ തമ്പി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രാജശേഖരൻ തമ്പി ചത്തു. ആര് കൊന്ന്? ഞാൻ വിളിച്ചു പറഞ്ഞു. എടാ നിന്നെ ഞാൻ എടുക്കുവാന്നേ. അല്ല, ലോക്കപ്പിലോട്ട്. അപ്പോൾ ഈ മാഷോ ഇവൻ ചെയ്ത കുറ്റത്തിന് സാക്ഷി. ഡിവൈഎസ്പിക്കും അപ്പൂപ്പനും കൊച്ചുമോനും ഒരു നല്ല കൈഡി. ബിജുക്കുട്ടൻ ചേട്ടാ. മനോജ്, അജേഷ്, അനീഷ്, കുഴപ്പമുണ്ടായിരുന്നില്ല, നന്നായിരുന്നു. നിങ്ങൾ നന്നായിട്ട് റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്. കാരണം നല്ല പഞ്ചിങ് ആയിട്ടുള്ള ഡയലോഗുകളും അതുപോലെ തന്നെ ഭയങ്കര സ്പീഡായിട്ടുള്ള ഡയലോഗുകളും നമുക്ക് നന്നായിട്ട് ലെജിബിളായിട്ട് കേൾക്കാൻ പറ്റി. നല്ല പടപടേ എന്നുള്ള ഇതുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനിടയിലൊക്കെ ചിരിക്കാൻ പറ്റുന്ന അവസരങ്ങൾ കുറച്ച് കുറവായിരുന്നു തോന്നുന്നു. എനിക്ക് കൈവിരലിൽ എണ്ണാവുന്ന കുറച്ച് ഹ്യൂമറുകളെ ഉണ്ടായുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി ഇവർ പറയും. എനിക്ക് ആ ആക്ടിവിറ്റിയിൽ കുറച്ച് ഹ്യൂമർ ഉണ്ടായിരുന്നു. ഹൈ ജമ്പ് ചാടുന്ന സംഭവത്തിൽ നമ്മളത് ചാടിയില്ല, പക്ഷേ അതിനകത്ത് നല്ല ഹ്യൂമർ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഈ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, പ്രകടനമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നിങ്ങളുടെ അവതരണം ഗ്രാൻഡായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ നന്നായിട്ട് വാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേട്ടാ. മനോജ്, അജേഷ്, അനീഷ്, തമാശകൾ കുറവായിരുന്നല്ലോ. തമാശകളില്ലായിരുന്നു സത്യത്തിൽ. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ പിന്നെ നിങ്ങളെയൊക്കെ അറിയാവുന്നത് കൊണ്ടും നമുക്ക് ഇഷ്ടമുള്ള ആളുകളായതുകൊണ്ട് നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങൾ ഉഗ്രം പെർഫോമേഴ്സ് ആയതുകൊണ്ടും ഒക്കെ നമ്മളതിങ്ങനെ കണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ നമുക്കൊന്ന് ചിരിക്കാനോ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആകെ ഉണ്ടായിരുന്നത് ആ ഒരു ഹൈ ജമ്പ് ചാടുന്ന ആ ഒരു സാധനം മാത്രമാണ്. ബാക്കിയെല്ലാം ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടിങ്ങനെ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല. പിന്നെ എനിക്കൊരു സന്തോഷം തോന്നി. എനിക്കെൻ്റെ ചെറുപ്പമൊക്കെ, കാര്യം ഞാൻ കോട്ടയത്ത് പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പോലീസ് ഗ്രൗണ്ടിലാണ് ഈ ഒരു ടാസ്ക് പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം അവിടെ പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മ വന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ല തമാശകളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക. അല്ല, നല്ല കോണ്ടന്റ് ആയിരുന്നു. നമ്മളെ സബ്ജക്റ്റ് നല്ലതായിരുന്നു, ചെയ്തെടുക്കാമായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ. പക്ഷേ എന്തോ എവിടെയൊക്കെയോ ഒരു ചെറിയ പാളിച്ചകൾ വന്നു.
മനോജ് ആദ്യം ആ കള്ളയോട്ടം ചെയ്ത് വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു എന്തെങ്കിലും കാണുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ നാക്ക് നീട്ടി ആദ്യമേ വന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ റണ്ണിങ്ങിൽ വന്നപ്പോൾ തമാശകളുടെ ക്ഷാമം ഉണ്ടായി, നല്ല പോലെ ഉണ്ടായി. പക്ഷേ എല്ലാം നല്ല രീതിയിൽ നിങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അതിൽ തമാശ കുറവാണെങ്കിലും ആ ഉള്ളത് ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്തു. പക്ഷെ അത് മാത്രം പോരാ, നമുക്ക് തമാശയും കൂടെ വേണം. അപ്പം അടുത്ത പ്രാവശ്യം എന്തായാലും അതിനുവേണ്ടി ശ്രമിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. നമുക്ക് ഇവരുടെ മാർക്സ് കൊടുക്കാം. ഷാജൻ ചേട്ടാ, ഞാൻ ഇവർക്കൊരു 5000 രൂപ കൊടുക്കും. 5000 രൂപ. നസീർക്ക, ഞാൻ 4000 രൂപ കൊടുക്കുന്നു. ടോട്ടൽ 9000 രൂപ ആയിട്ടുണ്ട്. ബാക്കി ഞാൻ വിട്ടിട്ടുണ്ട്. 10000 രൂപ. ഇത് നമ്മുടെ ഒരു എമൗണ്ടേ അല്ല. അടുത്ത പ്രാവശ്യം ഉഗ്രൻ സ്കിറ്റായിട്ട് വന്ന് ഒരു സിൽവറും ഗോൾഡും ഒക്കെ അടിക്കട്ടെ. ഓക്കെ, താങ്ക് യു മനോജ് ചേട്ടാ. ചേട്ടാ ചേട്ടാ വെൽക്കം കേട്ടോ നമ്മുടെ കുടുംബത്തിലേക്ക്. എന്നാ പിന്നെ അങ്ങോട്ട് വിളിക്കാൻ ടീം. വിളിക്ക്. കിഷോറേട്ടനുണ്ട്, ബിജുക്കുട്ടൻ ചേട്ടനുണ്ട്, കൂടെ ബിജുക്കുട്ടൻ ചേട്ടൻ തരത്തില്ല. ബിജുക്കുട്ടൻ ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത്. ബിജു ചേട്ടൻ, വേറൊരു ബിജു ചേട്ടൻ വിളിച്ചു. വേറൊരു ബിജു ചേട്ടൻ. ബിജുക്കുട്ടൻ ചേട്ടൻ വന്നോണ്ട് എനിക്ക് മനസ്സ് മുഴുവൻ ബിജുക്കുട്ടൻ ചേട്ടനായി പോയി. അതെ, പിന്നെ അല്ല, തെറ്റിയതല്ല. തെറ്റിട്ട് വെഴുകിയതേ അല്ല. അത് തന്നെ അവ ആരായാലും ശരി നിന്റെ കഴുത്തി താലി കെട്ടൂല അവൻ. എടി നീ ധൈര്യമായിട്ടിരി. എൻ്റെ അളിയൻ മെനഞ്ഞാന്ന് ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആളിയനും ഞാനുമായിട്ട് നേരെ മണ്ഡപത്തിൽ വരുന്നു, നിന്നെ പിടിച്ചിറക്കുന്നു, നേരെ നമ്മളെ കല്യാണം. നീ ധൈര്യമായിട്ടിരി, ടെൻഷൻ അടിക്കല്ലേ. ഞാൻ അളിയനെന്ന് വിളിച്ചോട്ട്. അളിയാ. ആറടെ അല്ല 7 അല്ല, ഇത് ഞാനടാ. നീ അറിയാണെങ്കിൽ അടയാണെങ്കിൽ മുടയാണെന്നാ. അളിയാ, സ്ഥാനത്ത് കയറി കോമഡി അടിക്കല്ലേ, ഒന്ന് ഇറങ്ങി വാളിയാ. ഞാൻ പ്രദീപ് അളിയാ. ചിരിക്കാതെ കാര്യം പറയടാ. അളിയാ, എന്റെ ശാന്തി പോയി അളിയാ, എന്റെ ശാന്തി പോയി. ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ. 1 2 2 ഉണ്ടല്ലോ. എന്തോ ശാന്തി തന്നെയാണ് എന്റെ ശാന്തി പോയളിയാ. ഒരു ശാന്തി പോയ 9 ശാന്തിയെ ഞാൻ കൊണ്ടുവരും ഏതെങ്കിലും അമ്പലത്തിൽ നിന്ന്. ഇവിടെ എന്താ പൂജ വല്ലതും ഉണ്ടോ? അമ്പലത്തിലെ ശാന്തിയാ? അതല്ലളിയാ, ഞാൻ 12 വർഷം കൊണ്ട് സ്നേഹിക്കുന്നില്ല എന്റെ ശാന്തി. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് അവളുടെ കല്യാണമാണ്. അങ്ങോട്ട് പോവാളിയാ, വാളിയാ. കല്യാണ സദ്യ കഴിച്ചിട്ട് ഒരുപാട് നാളായി. കല്യാണ സദ്യ കഴിയാനാണ് അളിയ പറയണത്. അളിയ എങ്ങനെങ്കിലും അവളെ വിളിച്ചിറക്കി കൊണ്ട് വരണം. ഞങ്ങൾ എവിടെങ്കിലും പോയി ജീവിക്കണം. ആണോ? ഒന്ന് വാളിയാ. വാളിയല്ലോ? വാളിയല്ല, വാളിയാ. ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഞാൻ ആലോചിക്കട്ടെ. അങ്ങനെയാണ് നമുക്ക് കലാമണ്ഡലത്തിലോട്ട് അങ്ങ് പോയാലോ? ഡാൻസ് പഠിക്കാനോ? അല്ലെന്ന് മറ്റേ കല്യാണ മണ്ഡപം. അവിടെ ചെന്ന് മീശ അങ്ങ് പറപ്പിക്കും. എന്തിനാളി അവിടെ കിടക്കണ മേശയൊക്കെ പറപ്പിച്ച് കളയണത്? മേശ പറപ്പിക്കാൻ ഞാൻ ഡിങ്കനാ. എടാ, എന്റെ മീശ അങ്ങോട്ട് പറപ്പിക്കുമ്പോ അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ചെന്നാൻ പിന്നെ ചെതറി അങ്ങ് ഓടും. അത് വേണം. വായിക്കോട്ട്, പെട്ടെന്ന് വാ. നിനക്ക് നീ വിളിക്കുമ്പോൾ ഉടനെ വരാൻ പറ്റൂടാ എനിക്ക്? പിന്നെ എനിക്ക് ആൾക്കാർ കൂടുതൽ പോകണമെങ്കിൽ എനിക്ക് ഇത്തിരി വൃത്തിയും മെനയൊക്കെ ആയിട്ട്. ഞാനിപ്പോ എന്താ വേണമെന്ന് പറ. പെട്ടെന്ന് നമുക്ക് ബാർബർ ഷോപ്പിലോട്ട് പോകാം. ഏത് ബാർബർ ഷോപ്പില്? അളിയനെ ഈ ഏരിയയിൽ ഏതെങ്കിലും ബാർബർ ഷോപ്പിൽ അളിയനെ കയറ്റുമോ? എന്താ എന്നല്ല പറഞ്ഞത്. ബാർബർ ഷോപ്പിൽ കയറി മുടിയും താടിയും വെട്ടി കഴിഞ്ഞിട്ട് പൈസ വൈകുമ്പോ കത്തി എടുത്ത് കാണിക്കുക, ചൗക്കെല്ലാം അടിച്ചു പൊട്ടിക്കുക. അതുകൊണ്ട് ആരെങ്കിലും എടുത്ത് ആളിനെ ഇവിടെ ബാർബർ ഷോപ്പിൽ കയറ്റുമോ? അളി ഒരു ഐഡിയ ഉണ്ട്. അളി 6 മാസം ജയിലിലായിരുന്നല്ല. ആ സമയത്ത് നമ്മളെ ഏരിയയിൽ പുതിയൊരു ബാർബർ വന്നിട്ടുണ്ട്. അപ്പൊ അവന്റെ ബാർബർ ഷോപ്പിലോട്ട് പോകാം. അളി അവൻ നടന്നു വെട്ടുന്ന ആളാണെന്ന്. അപ്പൊ ആകെ ബുദ്ധിമുട്ടുമല്ലോ. എന്താ ഞാനും കൂടെ നടക്കേണ്ടി വരുമല്ലോ. അതല്ലളിയാ, അവൻ നമ്മൾ വിളിക്കുന്നിടത്ത് വന്ന് വെട്ടിത്തരുമെന്ന്. വിളിക്കാം. പക്ഷേ കക്ഷി ഓൺലൈനാണ് കേട്ടാ. അപ്പൊ ഓണത്തിന് വെട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞാ കൂടിപ്പോ കാര്യം. എനിക്ക് 12 മണിക്ക് മണ്ഡപത്തിൽ എത്തണം കേട്ടാ. ഹലോ പാലണ അണ്ണാ, എന്റെ അളിയനെ ഒന്ന് മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടണം. ഞാൻ ഇപ്പൊ വരാം. അണ്ണ എവിടെ ഇരിക്കണേ? എന്നെ ചെത്തി. എന്നെ ചെത്തിയെന്ന്? നിന്നെ ചെത്തി അവനെ ഞാനും ചെത്തും. അയ്യോ, അങ്ങനെ അല്ല പറഞ്ഞത്. എന്നെ ചെത്തി. അവിടുന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ നമ്മളെ വീട്ടിലോട്ട്. ഞാൻ എത്തിയടാ. വന്നു. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടിഞ്ഞു വിളിച്ച് പറഞ്ഞില്ല, അതിനു മുമ്പേ ഓടിങ്ങെത്തി. ഞാൻ ആ കൊളക്കരയിൽ ഇരിക്കുകയല്ലായിരുന്ന. കുളത്തിന്റെ കരയൊക്കെ നീരാ പച്ചത്തവളയോ? അയ്യേ, ഇത് പറഞ്ഞിട്ട് എന്തിനാ ചിരിക്കുന്നത്? ഞാൻ വർഷത്തിലൊരിക്കലേ തമാശ പറയത്തുള്ളൂ. അത് കേട്ട് ഞാൻ തന്നെ ചിരിക്കും. അയ്യേ, ഇതെന്താ ചിരിയടാ ഇത്? ഇതാരെന്ന് മനസ്സിലായ? ബാർബർ. ചരിത്ര പുസ്തകങ്ങളിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. ബാർബർ ചക്രവർത്തിക്ക് എന്റെ പ്രണാമം. കുതിര അവിടെ
കുതിരയില്ല, കുതിരയുടെ വാലുണ്ട്, കാണണോ? എന്തോന്നാണ് ഇത്? ആരെന്നറിഞ്ഞിട്ടാണ് ആളീ സംസാരിച്ചത്? ബാർബർ ചക്രവർത്തി ഒന്നും അല്ല, ബാർബർ ബാലയണ്ണൻ. ആണോ? ആ അതെന്തോന്ന്? ഞാൻ നേരത്തെ ആളറിയാതെ വണങ്ങിയില്ലേ, അത് ഞാൻ തിരിച്ചെടുത്തത്. അയ്യേ, എന്നെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കണ അവനോട്. സംഭവം എന്താ? ഇത് എന്റെ അളിയനാണ്. ആ. 3 കത്തിക്കുത്ത് കേസിലെ പ്രതിയാണ്. ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയില്ലേ ഉള്ളൂ. എന്നിട്ടാണ് നീ എന്നെ വിളിച്ചു വരുത്തിയത്? ഉള്ള സത്യാവസ്ഥ പറഞ്ഞ നിങ്ങൾ മുടി വെട്ടാൻ വരുമോ? ഇല്ല. പിന്നെ കക്ഷിയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഒറ്റ തുണ്ടിന് 2 വെട്ടാണ്. ഒരു വെട്ട് വെട്ടിയാലേ തല വേറെ ഉടല് വേറെ എന്ന്. അപ്പൊ ചന്തയിൽ മീൻ വെട്ടായിരുന്ന പണി? ഇത് എന്തോന്ന് പറഞ്ഞോണ്ട് വരണത്? പണിയൊക്കെ അറിയാം. അറിയാം, അറിയാം. ഞാൻ 5-6 വർഷമൊക്കെ ഗൾഫിലായിരുന്നു. ഗൾഫിൽ എവിടെ ആയിരുന്നു? സവാളയില്. സവാളയിരിക്കാൻ നീ പുഴുവോ? അയ്യോ അല്ല, അണ്ണനെ കണ്ടപ്പോ പേടിച്ചിട്ട് മാറിപ്പോയതാ. കലാലയില്. അണ്ണാ ഞാൻ സത്യം ചോദിക്കട്ടെ, അണ്ണൻ കൊച്ചിയിലെ ആരായിരുന്നു അണ്ണാ? കൊച്ചിയിലല്ലോ, ഞാൻ കൊല്ലത്തല്ലായിരുന്നു. അതല്ല, അണ്ണൻ കുഞ്ഞിലെ ആരായിരുന്നെന്ന്. കൈക്കുഞ്ഞായിരുന്നു. അല്ല, അണ്ണൻ എപ്പോഴാണ് ഈ ഗൂണ്ടയായത്? 1995 കണ്ണൂർ ഇരുട്ടടി അടിക്കാൻ വേണ്ടി ഞാൻ ഇരുട്ടത്തിരിക്കുമ്പോ. ഇരുട്ടടി അടിക്കാൻ ഇരുട്ടത്തിരുന്നല്ലേ പറ്റൂ. വെളിച്ചത്തിരുന്ന് അടിച്ചാൽ വെളിച്ചത്തടിയായി പോകും. അവൻ തള്ളിയിട്ട് എന്നെ അടിച്ചതിന്. അവനെന്റെ അളിയൻ, അവൻ എന്ത് ചെയ്താലും ഞാൻ നിന്നെ തല്ലത്തുള്ളൂ. നീ ഒന്നും ചെയ്യല്ലേ. ഞാൻ ഇനിയിപ്പോ എന്തോ ചെയ്യണമെന്ന്. അളിയനെ സേവ് ചെയ്യണം. എനിക്ക് ബാങ്കിൽ കൊണ്ടൊരു അക്കൗണ്ട് ഉണ്ട്. എന്തോന്നിന്? അളിയനെ സേവ് ചെയ്യണമെന്ന്. സേവ് ചെയ്യണമെന്നല്ല, ഷേവ് ചെയ്യണോ. അതിനല്ലേ ഞാൻ ഇങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട്. ദേഹത്ത് ടച്ച് ചെയ്യില്ല. അയ്യോ, ഒരു കാര്യം പറയാൻ വിട്ടു. എന്താണ്? അളിയന്റെ ദേഹത്ത് ടച്ച് ചെയ്യാതെ ഷേവ് ചെയ്യണം. ടച്ച് ചെയ്യില്ല. അണ്ണന്റെ ദേഹത്ത് ഞാൻ ടച്ച് ചെയ്യൂല. ധൈര്യമായിട്ടിരി. ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ദേഹത്ത് ടച്ച് ചെയ്യില്ലെന്ന്. ദേഹത്ത് ടച്ച് ചെയ്യില്ലെന്ന്. ടച്ച് ചെയ്യത്തില്ല. അപ്പോഴും വെട്ടും. ദേഹത്ത് ടച്ച് ചെയ്യില്ലെന്ന്. ടച്ച് ചെയ്യാതെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? കമ്പലെല്ലാം വെച്ച് കെട്ടി ചെയ്യണത് നടക്കൂലെന്ന് പറഞ്ഞില്ല. ഇത് അങ്ങനെ ശരിയാവൂലെന്ന്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അണ്ണനും എന്റെ ഇക്കളുണ്ടാവുമെന്ന്. ഇക്കിളി ഉണ്ടാവും. എന്തായാലും കാര്യം ചെയ്. അണ്ണനെ ഷേവ് ചെയ്യാൻ ഇരിക്കുകയല്ല എന്നങ്ങ് മനസ്സിൽ വിചാരിക്കും. ഞാൻ പിന്നെ പറങ്ങാണ്ടി വർക്കായിരിക്കണം. അതല്ല എന്റെ പൊന്നളിയാ, ആളി ആരെങ്കിലും വെട്ടുന്നു കുത്തുന്നു അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഭീകരമായിട്ട് മതി. പക്ഷേ ഇത് ശരിയാവൂലേ? ഇതെനിക്ക് കൊണ്ട് പറ്റാ. ഒരു വഴിയേ ഉള്ളൂ. അളിയൻ കുറച്ചു നേരം ഉറങ്ങ്. ദാണ്ട പോണ്. അളിയ എവിടെ പോണ്? ഉറങ്ങാൻ പറഞ്ഞു. അളിയ ഇവിടെ ഇരുന്ന് ഉറങ്ങളിയാ. ഇവിടെ ഇരുന്ന് ഉറങ്ങി. അല്ലെ, അങ്ങനെ ചുമ്മാ ഇരുന്ന് ഉറങ്ങാനൊന്നും പറ്റത്തില്ല. എനിക്ക് ഇവിടെ ഇരുന്ന് ഉറങ്ങണമെങ്കിൽ പാട്ട് കേൾക്കണം. എനിക്കൊരു കാര്യം ചെയ്യാം. കൊച്ചുങ്ങൾ ഉറക്കുന്ന പാട്ട് പാടാം. ആ പാട്ട് പാട്ട്. ദേഹത്ത് ടച്ച് ചെയ്യില്ല. ടച്ച് ചെയ്യല്ലേ. വാവാവം വാവക്കം വാവോ. ചാച്ചകം. വാവാവം വാവക്കം വാവോ. വാവാവം വാവക്കം വാവോ. വാവാവം വാവക്കം വാവോ. ഇത്ര അത്യാവശ്യമായിട്ടെ നിന്റെ അളിയനെ ഒരുക്കി നീ എവിടെ കൊണ്ടുപോകും? അണ്ണാ, ഇന്ന് ഞാൻ പ്രേമിച്ച പെണ്ണിന്റെ കല്യാണം അല്ലാണെന്ന് 12 മണിക്ക്. അതിന് നീ അളിയനെ കൊണ്ട് അവിടെ കൊണ്ട് നിർത്തി വിറപ്പിച്ചിട്ട് പെണ്ണിനെ പിടിച്ചിറക്കി കൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെങ്കിലും പോയി ജീവിക്കാനാണല്ലേ? നിന്റെ പെണ്ണെങ്ങനെ? പെണ്ണ് എപ്പടി ചിരിച്ചോണ്ടിരിക്കും. ഇല്ല, നല്ല പെണ്ണാണ്. അവിടെ പോയി പ്രശ്നം പാടൊന്നും ഉണ്ടാക്കരുത്. ഞാൻ നിന്റെ അടുത്ത് ചോദിക്കാതിരിക്കുകയായിരുന്നു. ഇന്നലെ ജംഗ്ഷനിൽ എന്താ പ്രശ്നം നടന്നത്? അണ്ണാ, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇടപെടേണ്ടതാണ്. തൊഴിലുറപ്പ് പെണ്ണുങ്ങളും വാർഡ് മെമ്പർ തമ്മിൽ ഭയങ്കര പ്രശ്നം. ആ സ്കൂളിന്റെ അങ്ങോട്ട് ഇറങ്ങി പോണ വഴി കംപ്ലീറ്റ് കാടും പടലും അടിച്ച് കിടക്കില്ല. അപ്പൊ അവിടെ വന്ന് പറഞ്ഞ് ഈ കാടും പടലും വെട്ടണം, പാമ്പ് കയറി കിടക്കില്ലെന്ന് പറഞ്ഞു. വാർഡ് മെമ്പർ പറഞ്ഞു വെട്ട് കാടെന്ന് പറഞ്ഞു. പിന്നെ അടിക്കാടോടങ്ങ് വെട്ടി കളയണം. വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ വേറെ വിഷയമില്ലല്ലോ. പിന്നെ വൈകിട്ട് എന്തിനാ പോലീസ് വന്നത്? പോലീസിനെ ഞാൻ വിളിച്ചു വരുത്തിയത്. നമ്മൾ അമ്പലത്തിലോട്ട് ഇറങ്ങണ വഴിയില്ലാണ്. അവിടെ മുഴുവൻ കാടും പടലും വളർന്ന് കിടക്കില്ലേ. അവിടെ കൊണ്ട് പാമ്പിന്റെ ശല്യം. അവിടെ അടിക്കാടോടങ്ങ് വെട്ടി അങ്ങ് കളയണ്ട. SI പറഞ്ഞതും വെട്ടി കളഞ്ഞാൽ അവിടെ വേറെ വിഷയമില്ലല്ലോ. പ്രശ്നം തീർന്നല്ല. അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടില് നല്ല SIയും വാർഡ് മെമ്പർമാരുണ്ട്. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും കേട്ടോ. ഒരു കാര്യം ചെയ്യ്. സംഭവം ഏകദേശം ഇതായിട്ടുണ്ട്. നീ അളിയനെ വിളിച്ചോണ്ട് പോ. നീ ഒരു 300 രൂപയും കടത്താണ്. അണ്ണാ, എന്താണ് നടക്കണത്? ഇത് അത് മൂടി അതങ്ങ് വലിച്ചു വരിക്കളാം. ഭയങ്കര പരിചയമുള്ള സാധനമാണല്ലോ. ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. അയ്യാ, അളിയന്റെ വീശ. നീ എന്തിനാ അളിയന്റെ വീശ കൈ വെച്ചോണ്ടിരിക്കുന്നത്? നിങ്ങളല്ലേ വെട്ടിക്കളഞ്ഞത്? ആര് വെട്ടിക്കളഞ്ഞത്? നിങ്ങളല്ലേ വെട്ടിക്കളഞ്ഞത്? ഞാനാ? ഞാനിത് എന്ത് ഉണർന്നു കഴിഞ്ഞാൽ ആ കലിപ്പാണ് പറഞ്ഞ് കിടിഞ്ചോണ്ടിരി. അളിയ ഉണർന്നു കഴിഞ്ഞാൽ കയ്യും കാലും കാണൂല. അമ്മേനെ വെട്ടി പിരുത്ത് കളയും.
വാവാവം വാവക്കം വാവോ. 2 മിനിറ്റ് സമയമുണ്ട്. അളിയെ ഉണരാൻ വേണ്ടി ഞാൻ ഒരു ചെറിയൊരു പാട്ടിട്ടു. മിടുമിടുമിടുക്കൻ മുയലച്ചൻ മടി മടി മടിയൻ മറയാമ അടിപിടി കൂടി ഒരു നാളിൽ കഥയിതു കാട്ടിൽ പാട്ടായി. മിടുമിടുമിടുക്കൻ മുയലച്ചൻ മടി മടി മടിയൻ മറയാമ അടിപിടി കൂടി ഒരു നാളിൽ ഞാൻ എടുത്തില്ല. ആറവൻ അളിയാണ് മുടിവെട്ടാൻ വന്നത്. അതാണോ? അളിയാ 12 മണി ആവാറായി. അളിയാ ശാന്തിയെ വിളിച്ചിറക്കൊണ്ട് വരണ്ടേ? കണ്ണാടി നോക്കട്ടെ. പിന്നെ എന്തിനു നോക്കണത്? കണ്ണാടി അളിയ നല്ല ക്ലാമർ അല്ലേ? കണ്ണാടി ഇങ്ങടുത്ത്. ഞാൻ കണ്ണാടി കൊണ്ടുവന്നില്ല. കണ്ണാടി കൊണ്ടുവന്നില്ല. കണ്ണാടി കൊണ്ടിരുത്തില്ല. കണ്ണാടി കണ്ണാടി അല്ലേ അവൻ എൻ്റെ അടുത്ത്. അല്ല മാജിക് കണ്ണാടിയാണോ? സിനിമാ നടന്മാരൊക്കെ ഇരിക്കുന്നു. ബിജുക്കുട്ടൻ ചേട്ടൻ, ഷാജാൻ ചേട്ടൻ, നസീർക്ക. ഹലോ ബിജുക്കുട്ടൻ ചേട്ടൻ. കയ്യെത്തുന്നില്ല. ഒന്ന് കയ്യിട്ട് ഞാൻ തൊടാ. എടുക്കടാ കണ്ണാടി എടുക്കടാ. ഗ്ലാസ്സുള്ള കണ്ണാടി എടുക്കടാ. എടുത്തു കൊടുന്ന ഗ്ലാസ്സുള്ള കണ്ണാടി എടുക്കടാ. എടുത്തു കൊടുന്ന എടുക്കടാ. നിന്റെ ഇങ്ങനെ എടുക്കടാ എളുപ്പം. അല്ലേ എഴുത്തും വായന അറിയാത്ത എനിക്ക് ഗ്ലാസ്സുള്ള കണ്ണാടി ചോദിച്ചപ്പോൾ എടുക്കടാ. എടുക്കടാ. മുഖം നോക്കുന്ന കണ്ണാടി എടുക്കടാ. എടുത്തു കൊടുന്ന എടുക്കടാ ഇങ്ങോട്ട്. എടുത്തു കൊടു. എന്ത് വിറക്കല്ലേ മുഖം നോക്കുന്ന കണ്ണാടി. വീണ്ടും പറ്റിക്കാൻ നോക്കുന്നോടാ നീ. അളിയാ തിരിച്ചു വെച്ച് നോക്കളിയാ. ആരെന്റെ പുറകെ നിൽക്കുന്നേ? എന്തിനാളിയാ ചാർലി ചാപ്പിൾ നിൽക്കുന്നത്. നോക്കണ്ട. അയ്യോ മീശ. എന്ത് വിധീത് വല്ലാത്ത ചതീത് ഓർക്കപ്പുറത്തെന്റെ പിന്നീതൊരടിയത്. എന്ത് വിധീത് വല്ലാത്ത ചതീത്. രക്ഷപ്പെടാൻ നോക്ക് പെട്ടെന്ന്. ഞാൻ പുറകെ എന്തൊരു ശബ്ദം കേട്ടത്. ഞാൻ പുറകെ കൂടെ പോട്ടാ. വഴിയറിയാം. നീ ഇവിടെ ആടിനെ വളർത്തുന്നാടാ? ഇവിടെ അടുത്തങ്ങനെ ഫാക്ടറി വല്ലതും ഉണ്ടാടാ? എന്താണ് സൈറം മുഴങ്ങുന്നു? അത് ഫാക്ടറിയുടെ സൈറൻ അല്ല. പിന്നെ എന്റെ അളിയന്റെ അണ്ണാക്കി എന്ന് പറഞ്ഞ സൗണ്ടാണ്. ഞാൻ പൊക്കോളാൻ പറഞ്ഞു. എടാ എടാ ഞാൻ എന്തിയാടാ കത്തി? ഞാൻ എൻ്റെ പിള്ളേരെ പോലെ കണ്ട എൻ്റെ മീശ നീ മുറിച്ചു കളഞ്ഞല്ലടാ. നിന്നെ നീ തീർക്കൂടാ. അളിയ ഇത്രയും ദിവസം ജയിലിലല്ലായിരുന്നു. അളിയ എങ്ങനെയെങ്കിലും ഞാൻ ജാമ്യത്തിൽ ഇറക്കി കൊണ്ട് വന്നതറിയാ. അളിയ നേരത്തെ 3 കുത്തു കുത്തിയായിരുന്നു. ഞാൻ ആശുപത്രി പോണ്. 3 കുത്തി? കറക്റ്റാ കുത്തി. അയ്യോ ഇതെങ്ങനെ അങ്ങനെ വന്ന? അളിയന്റെ ഇളയമ മിനിക്കുട്ട ഇല്ലേ? മിനിക്കുട്ടൻ കളിക്കുന്ന കത്തി. ചിരിക്കരുത്. ഞാൻ പോയിട്ട് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോ ഇവിടെ കണ്ടില്ലെങ്കിൽ നിന്നെ ഞാൻ കുത്തും. എന്നെ? അയ്യോ ഞാൻ പോട്ടെ. അയ്യോ അളിയ കൊല്ലല്ല. അങ്ങോട്ട് വെട്ടി മീശ ബാക്കി എടുക്കടാ. എടുക്കടാ. എടുക്കണം. എന്തോ സൂപ്പർ ഗ്ലൂ. എന്തിന്? ഈ മീശ വെച്ചത് ഒട്ടിച്ചതാടാ. എനിക്ക് പിന്നെ പെണ്ണിനെ പോയി വിളിച്ചിറക്കിക്കൊണ്ട് വരാനാണ്. അയ്യേ ഇങ്ങനെ കൊണ്ടാണ് നീ പെണ്ണെ പിടിച്ചിറക്കാൻ പോണത്. നടന്നത് തന്നെ. അയ്യേ അളിയാ ഒട്ടിച്ചതാടാ എന്റെ മീശ. നല്ലൊരു ഉഗ്രം കൈഡി. അസലൊരു ഷേവിംഗ് ആയിരുന്നു. അടിപൊളി. ബിജുക്കോട്ടൻ ചേട്ടാ. കിഷോറേട്ടാ. ഓ ദിനേഷ്. ബിജു നന്നായിരുന്നു കേട്ടാ. അത്യാവശ്യം കോമഡികൾ ഉണ്ടായിരുന്നു.
അത്യാവശ്യം എന്ന് പറയുമ്പോൾ കുറച്ച് കോമഡി കുറവുണ്ട്. കാരണം കുറച്ച് വലിഞ്ഞ് പോലെ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ അവിടെ ഇവിടെ ആയിട്ട് നല്ല കോമഡി ഉണ്ട്. പിന്നെ ഈ മീശയുടെ കാര്യങ്ങളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ തുടർന്ന് പോകുന്നത്. ഇങ്ങനെ നടന്ന് മുടി വെട്ടുന്ന ആളുകൾ ഇങ്ങനെ ആയിരിക്കും ശരിക്കും. പാൻറ്റൊന്നും ഇടില്ല. എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട് ഇങ്ങനത്തെ ഒരു ചേട്ടൻ. കാരണം 15 രൂപ ഉള്ളു ഇപ്പോഴും. പക്ഷെ കണ്ണാടി നമ്മൾ പിടിച്ചു കൊടുക്കണം. കണ്ണാടി ചെറിയൊരു കണ്ണാടിയാണ്, അത് നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കണം. അപ്പോൾ എന്തായാലും ഗ്രാൻഡായിരുന്നു, എനിക്കിഷ്ടപ്പെട്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഷാജൻ ചേട്ടാ? കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം. കാര്യം നിങ്ങളുടെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇന്നത്തെ ഇത് നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള തമാശകളില്ലായിരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാര്യം നിങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് ചിരിക്കാൻ വേണ്ടി റെഡി ആയിരിക്കും. നിങ്ങളുടെ ടീമാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ചിരിക്കാൻ വേണ്ടി റെഡി ആയിരിക്കും. അത്രയ്ക്കും വലിയ നല്ല ഒരു എന്താണ് പൊട്ടിച്ചിരിക്കുന്ന തമാശകൾ കുറവായിരുന്നുള്ളൂ. പക്ഷേ സ്കിറ്റ് മോശമാണെന്നുള്ളതിനാണ് അർത്ഥം. പിന്നെ ബിജുക്കുട്ടൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ലെങ്ത് കുറച്ച് കൂടിപ്പോയി. പിന്നെ ഓക്കെ, അതാണ് കാര്യം. നിങ്ങളിൽ നിന്ന് നമ്മളിതെല്ലാം പ്രതീക്ഷിക്കും. ദിനേശ് എനിക്ക് തോന്നുന്നു ഇവരുമായിട്ട് ഫസ്റ്റ് കോമ്പിനേഷൻ ആണിത്, ആണല്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ ഉണ്ടാവാം. അതെ, മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് ടൈമും കൂടെ ഒക്കെ ആകുമ്പോൾ കുറച്ച് റിഹേഴ്സലും കൂടെ ഒക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ക്ലോസ് ആയി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു കോമ്പിനേഷൻ കുറച്ചുകൂടെ വർക്കാവും. നിങ്ങളിൽ നിന്നും അതിൽ താഴെ ഒരിക്കലും ഞങ്ങളും പ്രതീക്ഷിക്കുന്നില്ല, നമ്മുടെ പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം അത്തരത്തിലുള്ള ഗംഭീര സ്കിറ്റുകളുമായിട്ട് നെക്സ്റ്റ് ടൈം ആണ്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക? 3 പേരും നല്ല ആർട്ടിസ്റ്റുകളാണ്, നല്ല ബ്രെയിൻ പൊക്കെ ആർട്ടിസ്റ്റാണ്. പക്ഷേ നിങ്ങൾക്ക് പറ്റിയൊരു സബ്ജക്റ്റ് അല്ല ഇത്. ചെറിയൊരു സാധനമായിപ്പോയി. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കളിച്ചെടുക്കാൻ പറ്റിയ ഏരിയകളും കുറവാണ്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം. കൗണ്ടറുകളുടെ ക്ഷാമം നല്ലപോലെയുണ്ട്. ആ സബ്ജക്റ്റിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. ഒരു മുടിവെട്ട് സ്ഥലത്ത് ഒരുപാട് തമാശകളുള്ളതാണല്ലോ. വീട്ടിൽ വന്ന് വെട്ടുമ്പം കുറച്ചുകൂടെ കൂടുതലേ കിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തോ ആ ഒരു തമാശയുടെ ഏരിയകൾ തീരെ കുറവായി. അതെ, ഫസ്റ്റ് തന്നെ ദിനേശ് ഈ മീശയായിട്ട് വരുമ്പോഴേ അറിയാം ബാലൻചേട്ടനെ വിളിക്കുമ്പോൾ മീശ ബാലൻചേട്ടൻ വെട്ടുന്നു. സാധാരണ നിങ്ങളുടെ സ്കിറ്റുകൾക്ക് അങ്ങനെ ക്ലൈമാക്സ് നമുക്ക് കിട്ടാറില്ല. അങ്ങനെ ഈ ലാസ്റ്റത്തെ കരച്ചിലും ഈ ഗുണ്ടയുടെ ഒരു കരച്ചിലും അതൊക്കെ നമ്മൾ സാധാരണ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ അല്ലേ. അപ്പോൾ അതൊക്കെയാണ് മൊത്തത്തിൽ എന്തോ സബ്ജക്റ്റിൻ്റെ ഒരു പ്രോബ്ലമാണ്. നിങ്ങളിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ ആ ഉള്ളത് നിങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്ത് വെക്കുകയും ചെയ്തു. അതുപോലെ നമുക്ക് നിങ്ങൾ വരുമ്പോഴുള്ള പ്രതീക്ഷകൾ നിങ്ങളായിട്ട് തന്നെ ഇല്ലാതാക്കരുത്. അടുത്ത പ്രാവശ്യം അതിനോട് കൂട്ടി നല്ല ഗംഭീരമായിട്ട് വീണ്ടും തിരിച്ചു വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. മാർക്സ് ഷാജൻ ചേട്ടാ? ഞാൻ ഇവർക്കൊരു 9 മാർക്സ് കൊടുക്കും. 9000 രൂപ. നസീർക്ക? ഞാനൊരു 8 മാർക്ക്. 17,000 രൂപ ആയിട്ടുണ്ട്. ബിജുക്കുട്ടൻ ചേട്ടാ, ടോട്ടൽ എമൗണ്ട്? ഞാൻ വിട്ട്. ഓക്കെ, ടോട്ടൽ എമൗണ്ട് 30,000 രൂപ. നമ്മുടെ ഒരു എമൗണ്ട് ആയിട്ടില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് നമുക്ക് പരിഹരിക്കാം. ഓക്കെ, താങ്ക് യു ഷർട്ടാ. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മുടെ ഗിരി ഫാമിലിയാണ് ഇനിയും അടുത്ത സ്കിറ്റിന് വേണ്ടി അടുത്ത പെർഫോമൻസിന് വരുന്നത്. ഓക്കെ, വെരി ഗുഡ്. ലെറ്റ്സ് വെൽക്കം ഗിരി, സ്മിതാഗിരി ആൻഡ് ദേവഗിരി. ഈ പിള്ളേർക്ക് എന്തായാലും പോക്ക് വേണമെന്തോ. പാറപ്പുറത്ത് അണ്ണാൻ കയറി ഇരിക്കുമ്പോഴാണ് ഓരോന്ന് ബൈക്കിന്റെ കോളിൽ നിന്ന് പോയെ. എന്നെ ഇപ്പൊ ഇടിച്ച് കൊന്നേനാ. തള്ളേം തന്തേ പറയിക്കാൻ വേണ്ടി ഓരോന്ന് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഓ, ചന്ദ്രിക്ക് ഒരു ഗ്ലാസ് വെള്ളം. ഇത് ആരെടുത്ത് ചോദിക്കണത്? ഞാനല്ലേ ഇവിടുത്തെ ജോലിക്കാരി. ചേച്ചിയെ, തൊഴിലുറപ്പിൽ വന്നതാണാ. ഇരിപ്പോണ്ടപ്പം മനസ്സിലായി. ആണ്ടാ ഇവിടെ ഒരുത്തിയാണെന്ന് ആലോചിക്കണ്. വലിയ ബംഗ്ലാവിലൊക്കെയാണ് താമസം. കണ്ണുകൊണ്ടുകൂടാത്ത രണ്ടെണ്ണത്തിനെ നോക്കാനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് കേട്ടാ. വെളുപ്പിനെ 4 മണിയാകുമ്പോൾ മണിയടി തുടങ്ങും. നമ്മളെ ഉറക്കം പോയാ അപ്പോഴോട്ട് വെളുപ്പിനെ 4 മണി വരെ ഈ വീട്ടിലെ ഊഴവേല മൊത്തവും ഞാൻ തന്നെ ചെയ്യണോ ചേച്ചി? ഫോൺ വൈബ്രേറ്റ് ചെയ്തു. നീ ഇവിടെ എത്തിയാ? പൂന്നൂലൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? അയ്യോ, ക്യാരി വാ, വാച്ചറൊന്നുമില്ല. ഹിമവൽ സ്വാമി ശരണം, ഹേമാന്ത സുന്ദര ശരണം. എന്തരടാ മൂക്കപ്പൊടിയാ? ഇതാണ് സിദ്ധമുദ്ര. ചീത്ത മുദ്ര വേണ്ട, നല്ല മുദ്ര മതി. ചേച്ചി, മൂപ്പിനാന് കണ്ണൊന്നും കണ്ടുകൂടല്ല. ചേച്ചിന്ന് വിളിക്കാടാ. ഇല്ലാത്ത യക്ഷിക്കഥ പറഞ്ഞാണ് ഞാൻ നിന്നെ ഇവിടെ വരുത്തിച്ചത്. നമ്മളെ പ്ലാൻ വല്ലതും നടക്കോ? നീങ്ങി വന്നാണ്. രണ്ടിന്റെയിലും പൂത്ത പൈസയാണ്. പൂത്തി വെച്ചിക്കാണ് ചാമം കൊണ്ടുപോവാൻ. എന്തായാലും ഈ വീട്ടിലെ നിധി മൊത്തം നമുക്ക് കണ്ടെടുക്കണം. ആ നിധി എവിടെ ഇരിക്കണ്? എടാ, അതിനാണ് നിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചത്. നമുക്ക് തൂത്ത് വാരണം. തൂത്തു വരാനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന? യക്ഷി ആവാഹിക്കണ സമയത്ത് നീ നൈസായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയണം. എങ്കിൽ ഞങ്ങൾ തുടങ്ങട്ടാ? തുടങ്ങണ്ട, ഞാൻ പറഞ്ഞിട്ട് നീ തുടങ്ങിയാ മതി. അതുവരെ ആ മൂപ്പിലാന്റെ കണ്ണിപ്പെടാതെ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഞാൻ ഇരുന്നു. ഓ ശരി. തന്ത്രിക, അയ്യോ, ദാ തപ്പി തുടങ്ങി പറഞ്ഞ തന്ത്രി മുന്തിരി. ഇതാടാ ക്രിസ്മസ് അപ്പൂപ്പനാ. ഇതെവിടെയോ ശബ്ദം കേട്ടല്ലോ.
ചന്ദ്രിക എന്തോ എന്താ വിളിച്ചിട്ട് വിളി കേൾക്കാത്തത്? ഞാൻ ഇവിടെ വന്ന രംഗത്തെങ്ങനെ അറിഞ്ഞി? എനിക്ക് മൂന്നാമതൊരു കണ്ണുകൂടിയുണ്ട്. അതെവിടെ ഇരിക്കണേ? അകക്കണ്ണ്. നിന്റെ ചെറുവിരൽ അനങ്ങിയാൽ ഞാൻ അറിയും. എവിടെയായിരുന്നു ഇത്രയും നേരം? അയ്യാ, ഞാൻ ദാ ഈ മലക്കറി വാങ്ങിക്കാൻ പോയി. മലക്കറി അല്ല, പച്ചക്കറി. ഈ ചുമന്ന് തുടുത്തിക്കണ തക്കാളിക്ക് ഞാൻ പച്ചക്കറി എന്ന് പറയാം. വൃശ്ചികമായി ഉത്തരായനം തുടങ്ങി. തുടങ്ങി. എന്താ? അയ്യോ, തുടങ്ങീന്ന്. എന്തായി ഉത്തരായനം? ചോദ്യം ചോദിക്കുമ്പോ ഉത്തരായനം. 1 2 3 4. ഇന്ന് ഉച്ചക്ക് എന്താ ഊണിന് കറി? അത് മറ്റേ തേങ്ങ ചിരണ്ടിട്ട് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് അരച്ച് ഉരുട്ടിയെടുക്കുമല്ലേ? അത് ചമ്മന്തി. ചമ്മന്തി. അത് തന്നെ. വേറെന്തുണ്ട്? വേറെ മറ്റേ പാല് കുടിപ്പിച്ചിട്ട് നമ്മള് ഇങ്ങനെ കലക്കി മോര്. പാല് കുളിച്ചാൽ തൈരാവും, സ്വാഭാവികം. അത് നീ ഉണ്ടാക്കുന്നതല്ലോ, സ്വയം ഉണ്ടാകുന്നതല്ലേ. വേറെന്തുണ്ട്? വേറെ മാങ്ങ എഴുതിട്ട് കുറച്ച് കായപ്പൊടി, മുളക്. അച്ചാർ. അത് തന്നെ. അപ്പോ കൂടുതൽ ഡെക്കറേഷൻ വേണ്ട. ഇന്നും ചമ്മന്തിയും ചോറും. വന്നപ്പോ 90 കിലോ ഉണ്ടായിരുന്ന ഞാനാണ്. ഇപ്പം വേറെ 70 കിലോ. എന്റെ 25 കിലോ എവിടെ പോയി? അങ്ങത്തെ എനിക്കെങ്ങനെ അറിയാം നിന്റെ 25 കിലോ എവിടെ പോയെന്ന്? ഇവിടുത്തെ വാച്ചറ കൂടെ ഓടിപ്പോയി കാണും. കൊള്ള ഇറച്ചി, മുട്ട, മീനും ഒന്നും ഇവിടെ കേറ്റൂല. ഈ ഇറച്ചി മുട്ടയൊക്കെ തിന്നോ ചന്ദ്രി? കൊള്ളാം. ചന്ദ്രിയുടെ പേര് കേട്ടാലേ ഈ നാട്ടിലെ കോടികളെല്ലാം ഉയരും കൊണ്ട് ഓടി തള്ളും. അതൊന്നും വേണ്ട. ജീവൻ കിടക്കാൻ വേണ്ടി എന്തെങ്കിലും മതി. അയ്യോ, അവൻ ഇരിക്കാനാണ് കസാര കൊടുത്ത്. അവൻ കയറി കിടക്കും. ആരെ? ആ ജീവൻ. ഞാൻ എന്റെ ജീവന്റെ കാര്യമാ പറഞ്ഞത്. എന്തു പറ്റി അങ്ങത്തെ? മുട്ടുവേദന. ഡോക്ടർ പറഞ്ഞല്ലേ മഞ്ഞയൊക്കെ തേഞ്ഞു എന്ന്. മഞ്ഞയല്ല, മജ്ജ. അത് തേയി മുൻപ്. തേഞ്ഞ് കഴിഞ്ഞപ്പോ ഇതുപോലെ മഞ്ഞയുള്ളൂ. വയസ്സാം കാലത്ത് എന്റെ മുണ്ട് നീക്കിടാൻ വേണ്ടിയാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. അതിന് എന്റെ ആവശ്യം ഒരു നിക്കറടിച്ചിടണം. സഹിക്കാൻ പറ്റുന്നില്ല. എന്തങ്ങത്തെ മുട്ടുവേദന? അല്ല, അതിന്റെ തർക്കുത്തരം. തർക്കുത്തരമല്ല, രോദനം. ഒരു പെണ്ണിന്റെ രോദനം. ഒരു പ്ലച്ചേ ശബ്ദം. അയ്യോ, ഞാൻ വാ കൊണ്ട് ബീജി ഉണ്ടാക്കിയാണ്. നീയായിരുന്നോ? ചാച്ചി. അയ്യോ, ആരാതെ? ഓ, ജലദോഷമാണെന്ന് തോന്നുന്നു. ചന്ദ്രി, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, മറന്നുപോയി. എന്താ അത്? നിലവറ പോടാ. നിലവറ വൃത്തിയാക്കുന്ന കാര്യം. നിലവറ വൃത്തിയാക്കിയോ? അവിടെ കയറി ചെല്ലണേ. ഉള്ള എഷി മാടനും ഒക്കെ പെറ്റി കിടക്കണ്. പെറ്റി കിടക്കാൻ അതെന്താ SAT ഹോസ്പിറ്റലാണോ? അങ്ങത്തെ ഞാൻ ഒരിക്കൽ കയറി ചെന്നപ്പോഴേ യക്ഷിയുടെ ചെറുകടി ശബ്ദം. ചെറുകടി ശബ്ദമാണെങ്കിൽ യക്ഷിയുടെ അല്ല, അത് പക്ഷിയുടെയാണ്. യക്ഷിയും പക്ഷിയാണെ എനിക്കിനി ഒക്കൂല. ചന്ദ്രി, നീ പറഞ്ഞ തിരുമേനി ഇന്നല്ലേ തളയ്ക്കാൻ വേണ്ടി വരാന്ന് പറഞ്ഞത്? അദ്ദേഹം വന്ന് യക്ഷിയെ തളയ്ക്കും. നിനക്ക് നല്ല പേടിയുണ്ടല്ലേ? നിനക്ക് ഞാൻ അല്പം ഭസ്മം ജപിച്ചിടാം. എന്നുള്ളത് എന്നെ നടക്കട്ട്. മിണ്ടാതെ ഉരിയാടാതെ ദേവിയേ. നിനക്ക് ഒരു സ്പ്രേ ഉണ്ട്. പണക്കാര മണം. മണം എനിക്ക് ഇഷ്ടമാണ്. മണത്ത് നടന്നാ മതി, നാറ്റം വേണ്ട. തലങ്ങും വിലങ്ങും അടിച്ചോ. അങ്ങത്തെ ഞാൻ പോവാണ് ചേട്ടാ. ചന്ദ്രി പോയിട്ടില്ല. ഇതെങ്ങനെ മനസ്സിലാക്കണം അങ്ങത്തെ? അകക്കണ്ണ്. ഈ അകക്കണ്ണ് എവിടെ ഇരിക്കണോ? എന്നാലും ഞാൻ കണ്ടുപിടിക്കും. നോക്കോ. വണ്ടി ഡ്രൈവ് അടിച്ചോണ്ട് നടക്കുകയാണ്. എന്റെ കണ്ണിനേ ഉള്ളു കുഴപ്പം, മൂക്കിനൊരു കുഴപ്പമില്ല. ചന്ദ്രി പോയിട്ടില്ല. നിനക്ക് നല്ല ഭയമുണ്ട്. ഞാൻ ഒന്നുകൂടി ഭസ്മം ജപിച്ചിടട്ടെ. തിരുമേനിയായിരുന്നോ? ക്ഷമിക്കുക, അറിയാതെ പറ്റിപ്പോയതാ. എന്തായാലും വന്ന് എത്തിയല്ലോ. പുത്തങ്കാവമ്മ കാത്തു. ചന്ദ്രി, തിരുമേനിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കൂ. ഒരു ഗ്ലാസ് ചായ എടുക്കട്ടാ? വേണ്ട, തിളച്ചിട്ട് മതി. തിളച്ച ചായ കുടിച്ചാൽ തൊണ്ടക്കുഴി പൊള്ളത്തില്ലേ? ചായ തിളച്ചിട്ടല്ല, യക്ഷിയെ തിളച്ചിട്ട് മതിന്ന്. തിളയ്ക്കണം. ആ യക്ഷിയെ, ഇവിടെ പേടിയാക്കുന്ന യക്ഷിയെ ഇന്ന് തിളയ്ക്കണം. എന്നെ മുന്നിൽ വരില്ല, ഗരുഡം കെട്ടിയ വടിയുള്ളത് കൊണ്ട്. വന്നാലും ഇങ്ങനെ മാനത്ത് നോക്കിക്കൊണ്ടല്ലേ നിൽക്കണം. ഇത് ആരാ അറിയണേ? എങ്കിൽ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങുക. ഇവിടെ വാച്ചറൊന്നും ഇല്ലേ? ഇവിടെ 3 വർഷം കൂടുമ്പോൾ വാച്ചറ പിരിച്ചുവിടും. ഇന്ന് പുതിയ ആളിനെ ഞാൻ നിയമിക്കും. പ്രശ്നമൊന്നുമില്ലെങ്കിൽ തുടങ്ങട്ടെ. എന്റെ ഇടതുവശം തുടിക്കുന്നു, കുഴപ്പമുണ്ടോ? പ്രശ്നമാണ്. ഇടതുവശം തുടിച്ചാ പ്രശ്നമാണ്. അങ്ങത്തെ ജനിച്ച അന്നോട്ട് തുടിക്കണ ഹൃദയം അംഗത്തിന്റെ ഇടതുവശത്തല്ലേ? അതെ, അതല്ലേ ഞാൻ പറഞ്ഞത്. ആ തുടിപ്പിൽ നിന്ന് എല്ലാ പ്രശ്നവും തീരുമല്ലോ. വേണ്ട, തുടങ്ങിക്കോളൂ. ഓം പടകാളി ചണ്ടി ചങ്ങിരി പോർക്കിരി മാർക്കിരി ഭഗവതി അടിയിൽ അലിവോടൻ ദക്ഷിണ കടിമേ സ്വാഹ.
ഈ മന്ത്രം എവിടെ കേട്ടിട്ടുണ്ടല്ലോ? ഈ മന്ത്രം ഫേമസ് അല്ലേ? ആ ആ പ്രശ്നം കണ്ടു. ആ ഈ വീട്ടിലൊരു നിധിയുണ്ട്. ആ നിധിക്കുള്ളിലാണ് ഈ യക്ഷി ഇരിക്കണത്. ആ നിധിപ്പെട്ടി തുറന്നാലേ ഈ യക്ഷിയെ കണ്ടുപിടിക്കാൻ പറ്റൂ. അങ്ങത്തെ ആ നിധി ഉണ്ടോ? അങ്ങത്തെ നിധിയുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റില്ല. അപ്പൊ യക്ഷിയെ പിടിക്കണ്ടേ? അയ്യോ പിടിക്കണം. അങ്ങത്തെ ഒന്ന് പറഞ്ഞോട്. അങ്ങത്തെ എന്റെ നിധി, എന്റെ വിധി, എന്റെ കൊതി. എങ്കിൽ പറയാം. നിലവറയില് ആ വലിയ വിളക്കിന്റെ മൂട്ടില് ആ നിധിപ്പെട്ടി ഉണ്ട്. മതി, ഞാൻ യക്ഷി ഒറ്റയ്ക്ക് പിടിച്ചോളാം. എടുക്കരുത്, അരുത്, പോകരുത്. ചന്ദ്രി പോകരുത് പറയൂ. പോവല്ലേ 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 പോവല്ലേ. എടാ അങ്ങത്തെ എവിടെയാടാ? ആ അതിന് ഞാൻ അതിന്റെ അകത്തോട്ട് പൂട്ടിയിട്ടൊക്കെ ഉണ്ട്. നോക്കട്ടെ. കിളിക്കാൻ പറ്റി നിന്റെ സ്വഭാവത്തിനൊക്കെ വെച്ചോ. ഇത് നിന്റെ സ്വഭാവത്തിന് പറ്റിയത്. അയ്യോ ഇന്നത്തെ വേറെ ഒന്നുമില്ല. ഒരു കത്ത്. ആ നിധിയുടെ മാപ്പായിരിക്കും. മാപ്പത്താ. ദാ, ആ, പ്രിയപ്പെട്ട കള്ള, നീ ഐ ആം കുഞ്ഞുണ്ണി ഫ്രം ബാംഗ്ലൂര്. അങ്ങത്തിന്റെ മോയ്. നിങ്ങൾ നിലവറയ്ക്കകത്ത് കയറിയതും മോട്ടിച്ചതിനുമുള്ള CCTV ഫുട്ടേജ് എന്റെ കയ്യിലുണ്ട്. അയ്യോ ഞാനത് പോലീസിൽ കൈമാറിയ 3 വർഷമെങ്കിലും നിങ്ങൾ ജയിലിൽ കിടക്കും. അമ്മ രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. പറഞ്ഞു. അച്ഛന്റെ വാച്ചറായി 3 കൊല്ലം ജോലി ചെയ്യുക. ജോലി വേണോ ജയില് വേണോ? NB രണ്ടിന് ശമ്പളമില്ല. പെട്ട് ചേച്ചി. എന്ത് തീരുമാനിച്ചു? ചേച്ചിയും അനുജനും എന്ത് തീരുമാനിച്ചു? ജോലി വേണോ ജയില് വേണോ? രണ്ടായാലും ഒരുപോലെ തന്നല്ലേ അങ്ങത്തെ. അങ്ങത്തെ എനിക്ക് പണിയേരായിരുന്നല്ലേ. പിന്നെ പണി തരാൻ ഞാൻ മിടുക്കനല്ലേ, ഇവിടെ ചോദിച്ചാ മതി. വെളുക്ക വൃത്തിയാ കിട്ടോടാ. അപ്പൊ എന്ത് തീരുമാനിച്ചു? ജയില് വേണ്ട, ജോലി മതി. ഇന്നാ പിടിച്ചോ. ആ നിനക്ക് പുറത്താ പണി. നിക്ക്. ഈ സ്പ്രേ അടിച്ച് നടക്കണം. ചന്ദ്രീര സ്പ്രേ എടുത്ത് അടിക്കരുത്, ഞാൻ പെട്ടുപോകും. ആ ഇവിടെ പലയിടത്തും നിധി കുഴിച്ചിട്ടിട്ടുണ്ട്, ഒളിക്യാമറയുണ്ട്. ആ ഓർമ്മ വേണം. അതാണല്ലേ അങ്ങത്തിന്റെ 3ാമത്തെ ഒളിക്കണ്ണ്. അകക്കണ്ണ്. ഫാമിലിക്ക് ഒരു നല്ല കൈഡി. നല്ല ഗെറ്റപ്പാ കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇതാരാ മേക്കപ്പ് ചെയ്തേ? രാജേഷോ? കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ സബ്ജക്റ്റ് വലിയ കുഴപ്പമില്ലാത്തൊരു സബ്ജക്റ്റ്. അപ്പം പക്ഷേ എന്തോ ഇത് കളിച്ചൊപ്പിക്കാനായിട്ട് ഒരു ചെറിയ പ്രയാസം വന്നു നിങ്ങൾക്ക്. പിന്നെ തമാശകളുടെ ക്ഷാമവും ഉണ്ട് ഇതിൽ. കാര്യം ഇതൊരു നല്ല സബ്ജക്റ്റാണ്. അത് ഒന്ന് ഇളകി കളിച്ചൊപ്പിച്ചിരുന്നെങ്കിൽ അത് റെഡിയാക്കി എടുക്കാൻ പറ്റിയേനെ. എവിടെയൊക്കെയോ എന്തൊക്കെയോ പാകപ്പിഴകളുണ്ട് ഇതിൽ. കൗണ്ടറുകൾക്ക് നല്ല ക്ഷാമം. ചിരിക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് പരിമിതികളുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിരിക്കാനുള്ളൂ. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ചിരിയുള്ള സബ്ജക്റ്റുകൾ തപ്പിയെടുത്ത് നല്ലവണ്ണം റിഹേഴ്സൽ ചെയ്ത് വീണ്ടും ഒന്നുകൂടി വരിക. ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ കൊള്ളായിരുന്നു കേട്ടോ. നിങ്ങളുടെ ഈ ഗെറ്റപ്പും അതുപോലെ തന്നെ മൊത്തത്തിലൊരു ആംബിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞൊരു ഡ്രാമ കണ്ട പോലെ ഉണ്ടായിരുന്നു. നമ്മൾ ഡ്രാമ കാണുമ്പോൾ അതിനകത്ത് വലിയ ഹ്യൂമറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് ഹ്യൂമറിൻ്റെ കുറവുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സംസാരം, ഡയലോഗ്, ക്ലാഷ് ആവാതെയുള്ള ഡയലോഗ് കാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ വേണ്ടത് ഇത് ഐറ്റം വേറെയാണ്. അപ്പോൾ അത് നമുക്ക് കോമഡി എന്തോരമായാലും അത് ഓവറല്ല ഇവിടെ. അപ്പോൾ അത് കോമഡി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക, അതാണ് ഏറ്റവും അത്യാവശ്യം. അത് ഇത്തിരി കുറവായിരുന്നു. ഇത്തിരി എന്നല്ല, ഇത്തിരി കുറവ്, വളരെ കുറവായിരുന്നു. ഇത് ഡ്രാമക്ക് പോയിട്ടുണ്ട്. ഡ്രാമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ആ ഒരു ഡയലോഗ് പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നാടകത്തിലൊക്കെ ചെയ്യുന്ന ഒരാളെ പോലെ എനിക്ക് തോന്നി. അതിൻ്റെ ആ ഒരു കനവുണ്ടല്ലോ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഉള്ളത്, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് നല്ല ഹ്യൂമർ സാധനങ്ങൾ കിട്ടിയാൽ നിങ്ങൾ 3 പേരും അടിപൊളിയാക്കും. അത് വേറെ നമുക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ഇയാളുടെ സ്മിത അല്ലേ? സ്മിതയുടെ ഡയലോഗ് തമാശ കുറവായിരുന്നെങ്കിലും നല്ല ക്ലാരിറ്റി ഉണ്ട് സംസാരത്തിന്. അപ്പോൾ അത് ഭയങ്കര പോസിറ്റീവാണത്. കാരണം അത് വെച്ചിട്ട് നമുക്ക് കുറേ ഹ്യൂമറുകളും കാര്യങ്ങളൊക്കെ ചില സാധനങ്ങളൊക്കെ നമ്മളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അത് പ്രത്യേകം മെയിൻറ്റെയിൻ ചെയ്തിട്ട് അടുത്ത നമ്മുടെ ഒരു ഐറ്റമായിട്ട് വരുമ്പോൾ ഒരുപാട് ഹ്യൂമറുകൾ ഉണ്ടാക്കി വരിക. ബാക്കി നിങ്ങൾ നല്ല ആർട്ടിസ്റ്റുകളാണ് 3 പേരും. അപ്പോൾ അടിപൊളി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേട്ടാ ഗിരി ഫാമിലി, കാക്കക്കോയിലിൻ്റെ ഒരു സ്പൂഫ് പോലെയാണ് നിങ്ങൾ ഉദ്ദേശം തോന്നുന്നു അല്ലേ? കാക്കക്കോയിലിലെ ക്യാരക്ടറിനൊക്കെ വെച്ചിട്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ തമാശകൾ കുറവായിരുന്നു. ഈ പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. പക്ഷേ നിങ്ങൾ 3 പേരും നല്ല പെർഫോമേഴ്സാണ്. ഉഗ്രനം ആർട്ടിസ്റ്റുകളാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. ചിരിയാണ് കുറവ്. പക്ഷെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ വേണ്ടതും അതാണല്ലോ.
ബാക്കി എന്ത് കുറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഗെറ്റപ്പോ സെറ്റപ്പോ എന്ത് കുറഞ്ഞാലും കുഴപ്പമില്ല. ചിരിയാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പം ചിരി കൂടുതൽ എടുത്തുകൊണ്ട് വരാൻ ശ്രമിക്കുക കേട്ടോ. അത്രയും പറയാനുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. ഗിരി ഫാമിലിയുടെ ബിസ്കിറ്റിന്റെ മാർക്സ് ബിജുക്കുട്ടൻ ചേട്ടാ 7,000 രൂപ. ഷാജൻ ചേട്ടാ ഞാനൊരു 6 മാർക്ക് കൊടുക്കും. 7 6 13 ടോട്ടൽ 13,000 രൂപ ആയിട്ടുണ്ട്. അസർക്ക എൻ്റെ ബാക്കിയുള്ളത് ടോട്ടൽ എമൗണ്ട് ഇത് പോരാ, നമുക്ക് കുറെ കൂടെ നല്ല മാർക്കും വേണം, നല്ല ക്യാഷും വേണം. അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് വരിക. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഫ്ലവേഴ്സ് കോമഡി ഇത് ആഴ്ച വേറെ. ഇന്നത്തെ സമയം കഴിഞ്ഞു. ഞാൻ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് എപ്പിസോഡ് ചോദിക്കുന്നില്ല. കാര്യം നമ്മൾ തന്നെ നമ്മുടെ ഷോ ഇങ്ങനെ പോയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം, അവര് പറയട്ടെ അല്ലേ. ഇതിപ്പോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണേ, അവര് താഴെ കമന്റ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അപ്പൊ പ്രേക്ഷകർക്ക് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ അടുത്ത എപ്പിസോഡ് ഇതിലും നല്ല തമാശകൾ സ്കിറ്റുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ. ഫ്ലവേഴ്സ് കോമഡി ഇത് ശുഭരാത്രി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.